വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ ഈ ഒരു സ്നാക്സിനായിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഒരു മിനിറ്റോളം ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ അതാ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഈ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ ഇതിൽ വെച്ചിട്ട് ഇതാ ഒരു 3 മുട്ട പുഴുങ്ങിയത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് മെമ്പേഴ്സിനനുസരിച്ച് ബ്രെഡിൻ്റെയും മുട്ടയുടെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തത് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഈ ബ്രെഡ് ഓൾറെഡി വെള്ളം ഉള്ളതാണല്ലോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഈ വെള്ളം തന്നെ ധാരാളം മതിയാവും. ഇനി ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതാ ഇതുപോലെയാണ് ഡോ കിട്ടിയിട്ടുള്ളത്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇത് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ലഡുവിൻ്റെ വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോൾസ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഈ കൈവെള്ളയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു സ്നാക്സിൻ്റെ 2 വശത്തും ആക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആക്കിയാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ഫ്രൈങ് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓരോന്നായിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കാരണം ഇതൊന്ന് ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ പുറമെ കിട്ടേണ്ടത്. അപ്പം പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ആയി വരാനും പിന്നെ പുറമെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാനും വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് 2 വശവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ ഈ ഒരു കളറിലാണ് കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രെഡ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മധുരവും എരിവും കൂടിയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ അതാ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇനിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. ഇനി ഇതുപോലത്തെ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.